എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് വെറും ഒരു കൂട്ടിച്ചേർക്കലല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ താളത്തിൽ ഉണങ്ങേണ്ട ഒരു സന്ദേശത്തെ നിങ്ങൾക്ക് മുമ്പിലായി കൊണ്ടുവരാനാണ്. പരിസ്ഥിതി സൗഹൃദ സമൂഹം. പ്രകൃതി നമ്മെ ജീവനോടെ നിലനിർത്തുന്ന അമ്മയാണ്. ശുദ്ധമായ വായു, വെള്ളം, ഭക്ഷണം, മരങ്ങൾ ഇവയില്ലാതെ ജീവൻ തന്നെയില്ല. പക്ഷേ ഇന്ന് മനുഷ്യന്റെ വികസനത്തിന്റെ പേരിൽ പ്രകൃതിയെ മുറിച്ചു കീറുകയാണ്. പ്ലാസ്റ്റിക്, മലിനീകരണം, വാഹനങ്ങളുടെ പുക, വനനശീകരണം എല്ലാം നമ്മുടെ ഭൂമിയെ രോഗിയാക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം കാണുന്നത് പ്രകൃതിയുടെ നിലവിളിയാണ്. മരങ്ങൾ വീഴുന്നു, നദികൾ കരയുന്നു, വായു വിഷമാകുന്നു. മനുഷ്യന്റെ ആഡംബരങ്ങൾ പ്രകൃതിയുടെ കണ്ണീരായി മാറിക്കൊണ്ടിരിക്കുന്നു. നാം മറക്കരുത്, പ്രകൃതിയില്ലാതെ ജീവിതമില്ല എന്ന സത്യത്തെ. 44 നദികളാൽ സമ്പന്നമായ നാട്ടിൽ മഴക്കാലത്ത് ശുദ്ധജലക്ഷാമം. കാലം തെറ്റി വരുന്ന മഴ, ചുട്ടുപൊള്ളുന്ന പകലുകൾ, വിഷകനികളായ പച്ചക്കറികൾ, സാംക്രമികമായ രോഗങ്ങൾ ഇതെല്ലാമാണ് നമുക്ക് ചുറ്റും കാണുന്നത്. ഇതിനെല്ലാം കാരണമെന്ത്? പ്രകൃതിയോടുള്ള ചൂഷണമല്ലേ? ഓരോ വർഷം ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നു. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം 1972 ഈ ദിനം ആരംഭിച്ചു. 2025 സന്ദേശം തന്നെ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നാണ്. നമ്മുടെ ഇന്ത്യ പരിസ്ഥിതി സംരക്ഷണത്തിന് നിരവധി ചുവടുവെപ്പുകൾ എടുത്തിട്ടുണ്ട്. 2018 ഇന്ത്യ ലോക പരിസ്ഥിതി ദിനത്തെ ആതിഥേയത്വം ചെയ്തപ്പോൾ പ്ലാസ്റ്റിക് മലിനീകരണം തടയുക എന്നതായിരുന്നു സന്ദേശം. ഇപ്പോൾ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നു. കേരളം ഈ രംഗത്തിൽ പിന്നോട്ടല്ല. അഭിമാനിക്കാവുന്ന മുന്നേറ്റമാണ് നമുക്കുണ്ട്. ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ, മരം പദ്ധതി പോലെയുള്ളവ പ്രകൃതിയെ സംരക്ഷിക്കുവാൻ നമുക്കുള്ള വാഗ്ദാനങ്ങളാണ്. 1973 ചിപ്കോ പ്രസ്ഥാനം സ്ത്രീകൾ മരങ്ങളെ കെട്ടിപ്പിടിച്ച് സംരക്ഷിച്ച അത്ഭുത കഥ ഇന്നും പ്രചോദനം നൽകുന്നു. ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകരായ സുന്ദർലാൽ ബഹുഗുണ, വന്ദന ശിവ, മേഘ പട്കർ, മലയാളികളായ സുഗതകുമാരി ടീച്ചർ തുടങ്ങിയവർ നമുക്ക് മാതൃകയാണ്. നമ്മൾ പറയുന്ന പരിസ്ഥിതി സൗഹൃദ സമൂഹം എന്ന് വലിയ ആശയമായി കരുതാതെ നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്ന രീതിയിൽ തുടങ്ങിയാലോ? നമുക്ക് നോക്കാം. അതെങ്ങനെ? സ്കൂളിലേക്ക് നടന്നു പോകുക, പ്ലാസ്റ്റിക് ഒഴിവാക്കുക, തുണിസഞ്ചികൾ ഉപയോഗിക്കുക, മാലിന്യം വേർതിരിച്ച് പുനരുപയോഗം നടത്തുക, ഒരു ചെടി നടുക. ഒരു ചെടി നട്ടാൽ അത് നമുക്ക് ജീവവായു നൽകും, നിഴൽ നൽകും, ഭാവിക്ക് പ്രതീക്ഷ നൽകും. ഇന്ന് ലോകം പുനരുപയോഗം വർദ്ധിപ്പിക്കാനുള്ള നിരവധി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ടൺ പേപ്പർ റീസൈക്കിൾ ചെയ്താൽ 17 മരങ്ങൾ സംരക്ഷിക്കാം എന്നത് നമുക്ക് ഈ വേളയിൽ ഓർമ്മിക്കാം. അവസാനമായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, പരിസ്ഥിതി സൗഹൃദ സമൂഹം എന്നത് സർക്കാർ പദ്ധതിയിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, നമ്മുടെ ഓരോരുത്തരുടെയും കടമയായി മാറേണ്ടതാണ്. ഓരോ ചെറിയ ചെറിയ പ്രവൃത്തികളിലൂടെയാണ് അത് നിർമ്മിക്കപ്പെടുന്നത്. കവി വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ വരികളും കൂടി കടമെടുത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏതു ദൂസര സങ്കല്പത്തിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും, മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. നന്ദി, നമസ്കാരം.